നല്ല മഴയിലുണ്ടാകുമ്പോൾ നല്ല വിശപ്പും ഉണ്ടാവും എന്ന് പറയുന്നത് ഭയങ്കര സത്യമല്ലേ? നമുക്കപ്പോൾ നല്ല വിശപ്പോടെ തിന്നാൻ നല്ലൊരു മധുഹൂത്ത് ഉണ്ടാക്കിയാലോ? പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്താണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. ആദ്യം തന്നെ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ അത്യാവശ്യത്തിന് ഒഴിക്കുക. അതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക. അതൊരു 1 സ്പൂൺ 1.5 സ്പൂണോളം വേണം. അതാക്കിയ ശേഷം നല്ലോണം സോട്ട് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? ഗ്രാമ്പൂ, പട്ട, ഏലക്കായ് ഇത് 3 ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. 3 തക്കാളി ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം 2 മാഗി ക്യൂബും കൂടി ആഡ് ചെയ്യുക. അതിട്ട് നല്ലോണം മിക്സാക്കിയ ശേഷം അതിലേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുക. ക്യാപ്സിക്കം നല്ലോണം മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ചിക്കൻ മധുഹൂത്തിൻ്റെ മസാല ഇടുന്നത്. അതിനിടയ്ക്ക് നമ്മളൊരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാൻ പോകുന്ന മധുഹൂത്ത് മസാല ഉണ്ടാക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ കാണുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റുക. അതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ചേർക്കാവൂ. നമുക്ക് ആവശ്യമുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് ഈ മസാല നല്ലോണം പിടിക്കണം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിലേക്ക് എത്ര റൈസാണോ എടുക്കുന്നത് ആ റൈസിൻ്റെ അതേ റേഷ്യോയിലുള്ള വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് റൈസാണെങ്കിൽ ഞാൻ 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എത്ര കപ്പ് റൈസ് എടുക്കുന്നോ അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച ശേഷം നമ്മൾ എല്ലാം മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുതിന, മല്ലി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം എല്ലാം മൊത്തത്തിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരണം. കാരണം ഇനി നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ സെല്ല ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര കപ്പാണോ എടുക്കുന്നത് അതേ റേഷ്യോയിലേ നമ്മൾ വെള്ളം ഉപയോഗിക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാം മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം നോക്കി നമ്മൾ കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്ത് വെക്കാം. ഒരൊറ്റ വിസിലേ വേണ്ടു നമുക്കിതിന്. അങ്ങനെ ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് നമ്മൾ കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്യാണ്ട് വെക്കണം. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്ക് റൈസും ചിക്കനെല്ലാം നല്ല പെർഫെക്റ്റ് വേവിലായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു പോട്ടിലേക്ക് സെർവ് ചെയ്യാം. ഭയങ്കര ഈസിയും ഭയങ്കര ടേസ്റ്റിയും എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറുമാണ് മധുഹൂത്ത്. മന്തിയും ബിരിയാണിയും കബ്സെല്ലാം തിന്നും എടുത്തവർ ഇതെന്തായാലും ട്രൈ ആക്കണോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.